ഉദയനൂരമ്മ, ഈ കാഴ്ച ഇപ്പൊ എന്തിനാ എനിക്ക് കാണിച്ചെന്നത്? അമ്മ, എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഉദയനൂരമ്മ, വിശാൽ സാർ ഇപ്പോ അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി. പ്രയാസങ്ങൾ ഒന്നും തന്നെയില്ല. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപകടത്തിൽ നിന്നും സാറിനെ കാത്തു രക്ഷിച്ചതിൽ കോടി കോടി നന്ദി. ഇനി ഒരാപത്തും വിശാൽ സാറിന് വരുത്തല്ലേ. പാർവതി, ജയ, പാർവതി, നിനക്കൊരു മുന്നറിയിപ്പ് നൽകാനാ ഞാൻ വന്നത്. മുന്നറിയിപ്പോ? നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് അറുതി വരാൻ പോകുന്നു. ജയ, ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അതൊരു ചീത്ത സ്ത്രീയാ. അവര് നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവളെ നീ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ആരായിരിക്കും വരാൻ പോകുന്നത്? ജയ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയത്? ഹലോ, പറയാമേ. നീ ഈ വീട്ടിലേക്ക് വരുന്നതിനുള്ള സമയമായി. പാർവതി ഇവിടെ അതിരുവിട്ടുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളിപ്പോ ഈ വീട്ടിലെ സർവാധികാരി ചമയുകയാ. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വല്ല വിധേനയും വിശാലിനെ സ്വാധീനിച്ച് ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. എഴുതി തരാൻ വിശാലും തയ്യാറായിരുന്നു. പക്ഷേ അന്നേരം അവള് തടസ്സം ഉണ്ടാക്കി. അങ്ങനെ അങ്ങനെ എന്റെ പ്ലാനുകൾ ഓരോന്നായിട്ട് അവള് തകർത്തുകൊണ്ടിരിക്കുക. വിനയ്, ഇനി നീ ഇവിടെ വരണം. നീ വന്നാ മാത്രമേ നമുക്ക് അവളെ പൂട്ടിക്കെട്ടാൻ സാധിക്കൂ. ഓഹോ, അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങൾ? അമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ ഉടനെ തന്നെ വരാം. പാർവതി നമുക്ക് ഒതുക്കാമേ. അതമ്മ എനിക്ക് വിട്ടേക്ക്. എടാ, നീ വൈകാതെ തന്നെ വരണം. ഇന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ ഈ വരവ് വളരെ സർപ്രൈസ് ആയിട്ടേ ഇവിടെ ഉള്ളവർക്ക് തോന്നാവൂ. നമ്മൾ തമ്മിൽ നടത്തുന്ന നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇവിടെയുള്ള ആരും ഒരിക്കലും അറിയരുത്. എന്റെ പൊന്നമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, നീ വന്നിട്ട് വേണം സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പാർവതിയെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ. അമ്മേ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. അമ്മ ഫോൺ വെച്ചോ. ശരി.